ലാലേട്ടന്റെ റീ റിലീസ് ചിത്രം ദേവദൂതന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ഞായർ വരെയുള്ള കണക്കുകൾ പ്രകാരം സിനിമയുടെ കേരള ഗ്രോസ് 4,10,00,000-ലേക്കും വേൾഡ് വൈഡ് ഗ്രോസ് 5,20,00,000-ലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ സ്ഫടികം എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ മറികടന്ന് ഒരു റീ റിലീസ് മലയാളം ചിത്രത്തിന്റെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് ദേവദൂതൻ മാറിയിരിക്കുകയാണ്. ഇന്ന് ചൊവ്വാഴ്ചത്തെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെയും ഇന്നത്തെയും ട്രാക്കിംഗ് കളക്ഷൻ തമ്മിൽ വലിയ വ്യത്യാസമില്ല. 3 ലക്ഷത്തിൽ താഴെയാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലെ 5 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഫൈനലായിട്ടുണ്ടായ സിനിമയ്ക്ക് ഇന്നും ചൊവ്വാഴ്ചയും 5 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 4,20,00,000 മുകളിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് എത്തുന്നതാണ്. അപ്പോൾ വേൾഡ് വൈഡ് ഗ്രോസ് 5,30,00,000-ലേക്കും എത്തുന്നതാണ്. ഇനി പുതിയ മലയാളം സിനിമ ഡിയോസ് അമിഗോയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെയും ആദ്യ 3 ദിവസത്തെ യഥാർത്ഥ വേൾഡ് വൈഡ് ഗ്രോസ് അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രകാരം 3,50,00,000-ലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ചൊവ്വാഴ്ചയും ഇന്നലെ തിങ്കളാഴ്ചത്തേതിന് സമാനമായ കേരള ട്രാക്കിംഗ് ആണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. 14 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നത്തോടെ 4 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പിന്നിടുന്ന സിനിമ ലോ ബഡ്ജറ്റ് സിനിമ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ മികച്ച തുടക്കം നേടിയെടുത്തിരിക്കുകയാണ്. എങ്കിൽ പോലും ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന പുതിയ സിനിമകളോടൊപ്പം സിനിമ എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും സിനിമയുടെ വെർഡിക്റ്റ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് നിർണ്ണയിക്കാനായിട്ട് കഴിയുക. മറ്റന്നാൾ ഓഗസ്റ്റ് 15-ന് റിലീസ് ചെയ്യുകയാണ് ഷിയാൻ വിക്രം നായകനെത്തുന്ന തങ്കലാൻ. ചിത്രത്തിന്റെ തമിഴ്നാട് കേരള പ്രീസെയിൽ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ ഡീസന്റ് പ്രീസെയിൽ നേടിയെടുത്ത് തുടങ്ങിയ സിനിമ കേരളത്തിൽ മോശം പ്രീസെയിലാണ് ഇതിനോടകം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ തമിഴ്നാട് പ്രീസെയിൽ 2 കോടി പിന്നിട്ടപ്പോൾ കേരള പ്രീസെയിൽ വെറും 7 ലക്ഷത്തോളം രൂപ മാത്രമാണ്. കൽക്കി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ ഒപ്പം തന്നെ സിനിമയുടെ തിയേറ്ററിലെ ലാഭക്കണക്ക് തുടങ്ങിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 1,060 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 370 കോടി രൂപയ്ക്കായിരുന്നു. ആകെ വേൾഡ് വൈഡ് ഗ്രോസിൽ 538 കോടിയോളം രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ. അപ്പോൾ ഏകദേശം 160 കോടിയിലേറെ ലാഭം കൽക്കി തിയേറ്ററുകളിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുകയാണ്. കേരളത്തിൽ ദുൽഖർ വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന സിനിമയുടെ കേരള ഗ്രോസ് നേരത്തെ 31 കോടിയും പിന്നിട്ടിരുന്നു. അങ്ങനെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ കേരളത്തിലാണെങ്കിലും ലോകമെമ്പാടുമാണെങ്കിലും കൽക്കി എന്ന പ്രഭാസ് ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ കൽക്കിയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.